കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ കുറ്റം പറയും അല്ലെങ്കിൽ എന്തെങ്കിലുമായിട്ട് ഒരു ദോഷപ്രവൃത്തി പറയാനായിട്ട് ഈ AK ശശീന്ദ്രൻ നമ്മുടെ വനം വകുപ്പ് മന്ത്രിയാണല്ലോ, അദ്ദേഹത്തിന് എന്താണ് യോഗ്യത? അതായത് ഇത് 2 ദിവസം മുമ്പേ ഉണ്ടായ ഒരു പ്രസ്താവനയാണ് ശശീന്ദ്രന്റെ. അത് നമ്മളിപ്പോൾ പറയുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടുന്ന് അമേരിക്കയിൽ പോയ ശേഷം ഉണ്ടായിരിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്, നിരവധി പ്രശ്നങ്ങൾ ഈ സംസ്ഥാനത്തിനകത്ത് കത്തി നിൽക്കുവാണ്. അപ്പൊ ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ കത്തി നിൽക്കുന്ന അവസരത്തിലാണ് അദ്ദേഹം ഇവിടുന്ന് അമേരിക്കയിൽ അദ്ദേഹം ചികിത്സയ്ക്ക് പോയതാണെന്ന് പറയുന്നു. ആരെയും ഡോക്ടറെ കണ്ട് ഉപദേശം തേടാനാണെന്ന് പറയുന്നു. ശരി, അദ്ദേഹത്തിന്റെ ആരോഗ്യ വിഷയം. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരുമ്പോൾ ഈ നിയമസഭാ സമ്മേളനം എന്ന് പറയുന്നത് ഈ ഒരു സന്ദർഭത്തിൽ കൂടേണ്ടത് ജോസ് കെ മാണി ആവശ്യപ്പെട്ടത് ഈ പറയുന്ന പോലെ ജീവികളുടെ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ അവിടെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് നിയമസഭ കൂടിയാൽ അടിയന്തര പ്രമേയമോ അല്ലെങ്കിൽ പ്രമേയമോ ചർച്ച വേണമെന്ന് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞപ്പോഴത്തേക്ക് ചില ആൾക്കാർക്ക് ഈ സ്തുതി പാഠകരുണ്ടല്ലോ, ഇപ്പൊ ഒരു സ്ഥലത്ത് ഇപ്പൊ ഒരു പ്രമുഖനായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരെ സ്തുതി പാടുന്ന ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്, സ്തുതി പാടലും പാദസേവകരും. പിണറായി വിജയനെ സ്തുതി പാടാനായിട്ട് എന്തിനു മാണി ഈ കാര്യമൊക്കെ പറയണം? ഇങ്ങനെ നിയമസഭ വിളിക്കാൻ പറയേണ്ട കാര്യം എന്താ? കാര്യം അദ്ദേഹത്തിന്റെ വകുപ്പിലുണ്ടായ ഒരു അപജയമാണ്. ഒരു വേള നമ്മൾ ഈ ചില തമാശയ്ക്ക് പറയല്ലോ, ഒരാളുടെ ഫോട്ടോ വെച്ചിട്ട് ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറയല്ലോ. ഇപ്പൊ VD സതീശൻ ഭരണപക്ഷത്തിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞൊരു ഫോട്ടോ വെച്ചെന്ന് തമാശയ്ക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ പറയുന്ന അദ്ദേഹം, ഈ മന്ത്രി ശശീന്ദ്രൻ എന്ന് പറയുന്നത് ഈ സർക്കാരിന്റെ ഒരു നോക്കുകുത്തിയാണ്. നമ്മളൊരു വീട് വെക്കുമ്പോൾ അവിടെ ഒരു നോക്കുകുത്തിയെ നിർത്തും, വൈക്കോലും പാന്റും ഷർട്ടും ഒക്കെ ഇട്ടൊരു നോക്കുകുത്തി. എന്തിനാ? കണ്ണ് അടിക്കാതിരിക്കാൻ വേണ്ടി. ഈ സർക്കാരിന്റെ ഒരു നോക്കുകുത്തിയാണ് ശശീന്ദ്രൻ. ശശീന്ദ്രനൊക്കെ എന്നേ ഇപ്പൊ നമ്മൾ വാർദ്ധക്യത്തെ കുറ്റം പറയുന്നതൊന്നുമല്ല. നമ്മൾ 75 വയസ്സിന് ശേഷം നമുക്ക് ബുദ്ധിയൊന്നും അത്ര പ്രവർത്തിക്കുന്നില്ല എന്ന് CPM അല്ലെങ്കിൽ BJP ഒക്കെ പറയുന്നത് വളരെ ശരിയാണ്. ഒരു ഇന്ന പ്രായം കഴിയുമ്പോൾ ഒരു മൂലയ്ക്ക് ഇരിക്കണം. ഇതെന്തിനാണ് ഇദ്ദേഹത്തേക്ക് പിടിച്ചിവിടെ നിർത്തിയെന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വകുപ്പിൽ ഉണ്ടായിരിക്കുന്ന വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നം സഭയ്ക്കകത്ത് സംസാരമാകുന്നത് എന്തിനെ ഇങ്ങനെ വിളിക്കണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പിണറായി വിജയനെ സോപ്പിടാനായിട്ട് തിരിച്ചൊരു ചോദ്യം, മാണിക്ക് ഇതൊക്കെ ചോദിക്കാൻ, മാണി എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പിണറായി വിജയൻ തന്നെ നേരിട്ട് ഇടപെട്ട് ശശീന്ദ്രനെ വിളിച്ച് പറഞ്ഞെന്ന് തോന്നുന്നു, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ട, അവർ പറഞ്ഞെങ്കിൽ പറഞ്ഞോട്ടെ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് മാണിക്കാണോ വില? ശശീന്ദ്രൻ പോണെങ്കിൽ പൊക്കോട്ടെ, ഒരേ ഒരു ശശീന്ദ്രനേ ഉള്ളൂ. ശശീന്ദ്രൻ കേന്ദ്രത്തില് NDA സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന NCPയുടെ ആളാണ്. പിന്നെ ഇവിടെ മന്ത്രിസഭ ഇരിക്കുക, എന്ത് ലോജിക്കാവുള്ളത്? മാണിയുടെ മകൻ എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവിടെ ഈ മന്ത്രിസഭയിലെ CPIയെക്കാളും അല്ലെങ്കിൽ CPIക്ക് ഒപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അവരത് പറഞ്ഞതിൽ ഔചിത്യമുണ്ട്. കാര്യം അവർ ഈ പറയുന്ന അവരുടെ മേഖല എന്ന് പറയുന്ന ഈ പറയുന്ന ഏരിയയൊക്കെയാണ്, ഈ പറയുന്ന ഇടുക്കി, കോട്ടയം, ഈ പറയുന്ന മലയോര എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ ഈ കേരള കോൺഗ്രസിന്റെ സ്ഥലമാണ്. അപ്പൊ അവരത് പറയണം. അത് പറഞ്ഞില്ലെങ്കിൽ അവരുടെ പാർട്ടിയിലെ അണികൾ ചോദിക്കും, നിങ്ങളൊക്കെ എന്തിനും ഇവിടെ ഇങ്ങനെ ഇരിക്കണേ? പക്ഷെ ഇപ്പൊ അയ്യപ്പദാസ് പറഞ്ഞതുപോലെ ഈ പറയുന്ന എന്താ പറയാ, മാണിക്ക് അത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അങ്ങനെയാണെങ്കിൽ ഒരു ഘട്ടത്തിൽ NCP അവിടെ ചർച്ച നടന്നു. ചർച്ച, അതായത് ഈ വകുപ്പ് ഇത്ര വർഷം ഒരാളെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ പറഞ്ഞ സമയത്ത് എന്തുകൊണ്ടാണ് പിണറായി, എന്റെ ഒരു സംശയമാണ്, പിണറായി അന്നേരം സപ്പോർട്ട് ചെയ്തത് AK ശശീന്ദ്രനെയാണ്? അല്ല, ശശീന്ദ്രൻ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ശശീന്ദ്രനെ സംബന്ധിച്ച് എലത്തൂർ പോലൊരു സ്ഥലത്ത് CPMന്റെ വോട്ടിലാണ് അദ്ദേഹം ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ ഇന്ന വർഷം എന്ന് പറഞ്ഞ ഉപാധിയൊന്നുമില്ല. അദ്ദേഹം തുടങ്ങിയ കാലം മുതൽ ഇരുന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ ഈ പറയുന്നത് ഒരു പാർട്ടി, 2 പാർട്ടിക്കാരാണ്. കേരള കോൺഗ്രസ് വേറെ, NCP വേറെ. പ്രജിത ചോദിച്ചത് NCPയിലെ 2 വിഭാഗം തമ്മിലുള്ള ആ അടിയായിരിക്കും മനസ്സിൽ വെച്ചോണ്ട് എന്റെ അടുത്ത് ചോദിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അതിലൊരു തർക്കം നടന്നത് NCP എന്ന് പറയുന്ന പാർട്ടിയിലാണ്. ഇത് ഞാൻ പറയുന്നത് കേരള കോൺഗ്രസിലെയും അല്ല. ഞാൻ ചോദിക്കുന്നത് അവിടെ ഒരു തർക്കം നടന്ന സമയത്ത് പിന്തുണച്ചത് ശശീന്ദ്രനെയാണ്. അതെ, ശശീന്ദ്രൻ ഒന്ന് അദ്ദേഹത്തിന്റെ ബന്ധു കൂടെയാണ് പ്രജിത. അത് ഒന്ന് ബന്ധുവാണ്. 2 ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഒരു നോക്കുകുത്തിയാണ്. നിങ്ങൾ പറഞ്ഞ പോലെ അതൊരു നോക്കുകുത്തിയാണ് അദ്ദേഹത്തിനെ അവിടെ നിർത്തിയിരിക്കുന്നത്. പ്രജിത ചോദിച്ചത് NCPയിൽ എന്തിന് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു? നേരത്തെ NCPയില് അതെ, ഇവിടെ ഇപ്പോ മാണി ഗ്രൂപ്പിനെ പറയുമ്പോ മിണ്ടാതിരിക്കൂ എന്നുള്ളത് പിണറായി പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അങ്ങനെ സപ്പോർട്ട് ചെയ്തു, ശരി. ശശീന്ദ്രനോട് ഇത് പറഞ്ഞുകൊണ്ട് മാണി ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. പക്ഷെ നേരത്തെ എടുത്ത മനോഭാവം അത് NCPയിലെ വിഷയമാണെങ്കിലും അവിടെയും ഈ പറയുന്നത് പോലെ ഒരു കഴിവുകെട്ട മന്ത്രിയാണ് ശശീന്ദ്രൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പോഴും മാറ്റാമെങ്കിൽ ആ സമയത്ത് മാറ്റാമായിരുന്നു. പക്ഷെ അവിടെ സപ്പോർട്ട് ചെയ്തത് ഈ ശശീന്ദ്രനെ അല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പറയുന്ന പോലെ ഒരു റബ്ബർ സ്റ്റാമ്പും തിരിച്ചൊന്നും ചോദിക്കാത്ത ഒരാളാണെങ്കിൽ അവിടെ ഇരുന്നോളൂല്ലോ, ഒരു മൂലയ്ക്ക് അവിടെ ഇരുന്നോളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു നേട്ടമുണ്ട്? ഒരുപാട് ഗുണങ്ങളുണ്ട്.
ഇപ്പം മന്ത്രി വീണ ജോർജിനെ എന്തിനാ വെച്ചിരിക്കുന്നത്, എന്തിനാ ശശീന്ദ്രനെ വെച്ചിരിക്കുന്ന ചോദ്യത്തിന് ഒപ്പം തന്നെയാണ് പ്രീത. കറക്റ്റാണത്. ഈ പറയുന്ന പോലെ ശശീന്ദ്രനെ വെച്ചിരിക്കുന്നത് എന്തിനാണ്? അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിനകത്ത് പ്രശ്നം ഉണ്ടായിരുന്നു. ഈ തോമസ് കെ തോമസ് എന്ന് പറയുന്ന MLA വിഷയമാണ് പ്രീത മനസ്സിൽ വെച്ച് ചോദിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് NCPക്ക് അകത്ത് തോമസ് കെ തോമസ് ഇദ്ദേഹത്തെ മാറ്റി അദ്ദേഹത്തെ ഇരുത്തണമെന്ന് പറഞ്ഞപ്പോൾ ബൈ പൊളിറ്റിക്കലി ഇദ്ദേഹത്തിന് അവിടെ കേന്ദ്രത്തിൽ ഭയങ്കര പിടുത്തവാ, ശരത് പവാറുമായിട്ടൊക്കെ ബന്ധമാണ് ഈ ശശീന്ദ്രൻ. ശശീന്ദ്രൻ ഇവിടുന്ന് ഈ തോമസ് കെ തോമസ് പോകുന്നതിന് മുമ്പ് തന്നെ ഓപ്പറേഷൻ ബൈ പൊളിറ്റിക്കലി കാഞ്ഞ ബുദ്ധിയാണ്. കാഞ്ഞ ബുദ്ധിയാണ്. ഈ കാഞ്ഞ ബുദ്ധിയാണ് ഇവിടെ പ്രയോഗിച്ചത്. അത് പിണറായി വിജയൻ ഒരു തരത്തിൽ അനുഗ്രഹവുമായി 5 കൊല്ലം ഒരേപോലെ ഇരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനകത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ ഒരു നിയമസഭാ സമ്മേളനം വിളിക്കേണ്ട ആവശ്യകത കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പറയുമ്പോൾ CPM എന്ന് പറയുന്ന വലിയേട്ടന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനൊരു നിയമസഭ കൊണ്ടുവന്ന് ആവശ്യപ്പെട്ടത് ഘടകകക്ഷികളിൽ ഒരാളാണ്. അത് CPM പോലൊരു വലിയേട്ടന് ഭയങ്കര ഒരു അങ്ങോട്ട് പറയുമ്പോ അല്ല, അവർ പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ ഇവർക്കൊരു ഈർഷ്യതയാണ്. അതെ, പിന്നെ 2 ഇവർ പേടിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ഇവർക്കിപ്പം സഭയില് ഈ മാങ്കൂട്ടത്തിനെ പോലെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള കുറെ ആൾക്കാരുടെ ചോദ്യങ്ങൾ പലതും ഉണ്ടാവും. അതിനൊക്കെ ഉണ്ടേടേണ്ടി വരും. അവസാനം ആളുകൾക്കിടയിലൂടെ നടന്നു പോയതും കയ്യിൽ കൈ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഇനി അദ്ദേഹത്തിന്റെ ഒന്നും ഇല്ലെന്നും മകളുടെ കാര്യം, ഇങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. നിലമ്പൂർ ഇലക്ഷൻ തുടങ്ങിയിട്ട് പറയേണ്ടി വരും. സ്വരാജ് തോറ്റത് വരെ പറയേണ്ടി വരും. ഇങ്ങനെ RSS പ്രയോഗത്തെ കുറിച്ച് പറയേണ്ടി വരും. ഇങ്ങനെ ഉത്തരം പറയാൻ മുട്ടിക്കുന്ന നിരവധി ചോദ്യങ്ങൾ കാര്യം ഇനി ആകെ ഈ ഭരണനിര 8 മാസത്തിലേക്ക് 2 സഭയേ ഉള്ളൂ. ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന 2 സഭാ സമ്മേളനങ്ങളേ ഉള്ളൂ ഇതിനിടയിൽ, 8 മാസത്തിനിടയിൽ. അപ്പൊ ഈ സഭാ സമ്മേളനങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. അങ്ങനെ വരുമ്പോ ഈ പറയുന്ന ശശീന്ദ്രൻ ഇടപെട്ട് ഇവരെന്തിനാ ചോദിക്കുന്നത്, ഇവരാരാന്നൊക്കെ ചോദിക്കാൻ വരുമ്പോഴത്തേക്ക് അതൊരു സൂപ്പീരായിരുന്നു. ആ ഒരു സൂപ്പീരിനുള്ള മറുപടി അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് എന്ത് വോയിസാ ഉള്ളത്? ഇതേ എലത്തൂര് ഇപ്പൊ ഈ പറയുന്ന പോലെ CPMന്റെ കോഴിക്കോട് നിന്ന് നമ്മൾ കണ്ണൂർ പോകുന്ന വഴിയാണ് ഈ എലത്തൂർ എന്ന് പറയുന്നത്. അപ്പോ ഇദ്ദേഹത്തിനെ മാറ്റി ഇദ്ദേഹം ഒരു സ്വതന്ത്രനായിട്ട് എത്ര വോട്ട് കിട്ടും? അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് വോട്ട് കിട്ടില്ല, അദ്ദേഹത്തിന്റെ ചെറുമക്കൾ വോട്ട് ചെയ്യില്ലല്ലോ. പിന്നല്ലേ ഇദ്ദേഹം ജയിക്കാൻ? എന്നിട്ടും സപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹത്തെയാണ്. അതാണ് CPM. എന്തുകൊണ്ട് വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു പ്രീത? ഇതിനകത്ത് കാര്യം എന്താ? ആ കാടിനകത്ത് ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്ന രീതിയിൽ നിരവധി സംഭവങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഈ കാടിന്റെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. നമ്മൾ അറിയാത്ത എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ശശീന്ദ്രനെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഇത്രയേ ഉള്ളൂ. പിണറായി വിജയൻ പേരിനൊരു മന്ത്രി എത്തിയിരിക്കുന്നു. ആ വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയനാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ പിണറായി വിജയൻ പിന്നെ ആടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞാൽ ശശീന്ദ്രൻ ആടിക്കളിക്കും, ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞാൽ ചാടിക്കളിക്കും ശശീന്ദ്രൻ. അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വെച്ചിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞു വരുമ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ശശീന്ദ്രനെക്കാളും കുറച്ചുകൂടെ പ്രോമിനൻസ് മാണിക്ക് കൊടുക്കും. തീർച്ചയായിട്ടും. കാര്യം എന്ന് വെച്ചാൽ ഒന്ന്, മാണി ഈ മുന്നണി മാറി ചാടി പോവാൻ വേണ്ടി നിൽക്കുകയാണ്. ചാടി പോകാൻ വേണ്ടി വെച്ചാൽ അദ്ദേഹത്തിന് ഒരു വളരെ കൃത്യമായിട്ട് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് UDF കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ മലപ്പുറത്ത് തന്നെ ഒരു സീറ്റ് അദ്ദേഹത്തിന് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് അദ്ദേഹം പോകാനുള്ള സാധ്യത അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നു. തദ്ദേശ ഇലക്ഷൻ കഴിയുമ്പോൾ അതിനൊരു തീരുമാനം മാണി എടുക്കും, അത് ഉറപ്പാണ്. മാണി കോൺഗ്രസ് ജോസ് കെ മാണിക്ക് ഈ പറയുന്ന പാർട്ടിയിലൊരു രാജ്യസഭ MP അല്ലേ, സ്ഥാനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനു ചാടി പോകേണ്ടി വരും? അതാണല്ലോ മനുഷ്യൻ എന്ന് പറയുമ്പോൾ അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച. നമ്മൾ അന്ന് പറഞ്ഞ പോലെ ജ്ഞാനപ്പാനയിലെ പോലെ 10 കിട്ടുമ്പോൾ 100 മതി എന്നും, മന്ത്രി അല്ലെന്നുണ്ടെങ്കിൽ ഒരു വിലയില്ല, MP എന്ന് പറയുമ്പോൾ എന്ത് വിലയാ? ഡൽഹി നമ്മൾ വിചാരിക്കണ പോലെ അത്ര സുഖമുള്ള സ്ഥലമൊന്നും അല്ലല്ലോ. ഇവിടുന്ന് വണ്ടി കയറി പോകണം. പിന്നെ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഡൽഹിയിലെ അന്തരീക്ഷം ഒന്നും മലയാളിക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ലല്ലോ. അവിടെ എന്ന് പറയുന്നത് ഒരു വേറെ ലോകമാണല്ലോ. ഡൽഹിയിലെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വേറൊരു കാര്യം. ഇവിടുത്തെ പത്രപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർക്ക് ഇവരെല്ലാം വളരെ ഈസി ആയിട്ട് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഇവിടുത്തെ ആളും ആരോഗ്യമൊന്നും ഇല്ല. രാജ്യസഭ കഴിഞ്ഞാൽ നേരെ സ്വന്തം ക്വാർട്ടേഴ്സിൽ വരിക, ചൊറിയും കുത്തി അവിടെ ഇരിക്കുക, TV കാണുക, എവിടെയെന്ന് പറഞ്ഞ് വായി നോക്കാൻ പോകും. അപ്പോൾ പത്രക്കാരെല്ലാം കൂടെ ചെല്ലും, അവരുമായിട്ട് സംസാരിക്കും. ആ ഒരു ബന്ധം, കേരള ഹൗസിലെ ബന്ധങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അവർക്കൊക്കെ എന്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി തിരിച്ച് കേരളത്തിലേക്ക് വന്നു? അതൊന്നും പറ്റില്ല. അപ്പൊ ജോസ് കെ മാണിയെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹത്തിന് തിരിച്ച് കേരളത്തിലേക്ക് വരണം. അപ്പൊ ജോസ് കെ മാണിയെ നിലനിർത്തേണ്ടത് ഇവരുടെ ആവശ്യം കൂടെയാണ്. പക്ഷെ അത് തദ്ദേശ ഇലക്ഷൻ വരെ ഉണ്ടാവുള്ളൂ. അത് മറ്റൊരു വശം. നമ്മൾ പറഞ്ഞു വന്നത് ശശീന്ദ്രൻ ആവശ്യമില്ലാതെ ചൊറിയാൻ ചെന്ന് പിന്നെ പിണറായിയുടെ ഒരു ചെറിയ ഞോട് കിട്ടിയിട്ടുണ്ട്, മര്യാദയ്ക്കിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സഭ വിളിക്കണോ വേണ്ടെന്നൊക്കെ നമ്മൾ തീരുമാനിക്കും. ആവശ്യമുള്ള കാര്യത്തിൽ പ്രതികരിച്ചാൽ മതി, ആവശ്യമില്ലാത്ത കാര്യത്തിൽ പ്രതികരിക്കേണ്ട എന്നുള്ള മറുപടി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്.